എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഒരു അനൗൺസർ ഉണ്ടാവും. അദ്ദേഹം തന്നെയായിരിക്കും ആ നാട്ടിൻ്റെ ഒരു ആസ്ഥാന അനൗൺസർ. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ ഒരു അനൗൺസർ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു റിട്ടയർഡ് മിമിക്രിക്കാരനായിരിക്കും, അല്ലെങ്കിൽ സർവീസിലുള്ള മിമിക്രിക്കാരനായിരിക്കും. അങ്ങനെയാണ് അവിടെ ഏത് കാലത്തും ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ള സുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനി ആസ്ഥാന അനൗൺസറാണ്. സുനി ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ ഓവർ കോട്ട്, അതേപോലെ തന്നെ ജാക്കറ്റ്, തൊപ്പി, ബെൽറ്റ്, ഇതൊക്കെ ഇട്ടിട്ടാണ് സുനിയുടെ അനൗൺസ്മെൻറ്റ് സ്റ്റൈൽ. നമ്മുടെ നാട്ടിലെ ഉത്സവം നടക്കുകയാണ്. ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആറാട്ട് മഹോത്സവമാണ്. ആറാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെയർമാനായിട്ട് വരാൻ വേണ്ടിയിട്ട് ജഗന്നാഥൻ സാറ് എന്ന് പറയുന്നത് വലിയൊരു അധ്യാപകനാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പം നാട്ടുകാരൊക്കെ ചെന്ന് പറഞ്ഞു, ജഗന്നാഥൻ സാർ ഉത്സവത്തിൻ്റെ ചെയർമാനായിട്ട് വരണം. സാറ് വന്നു, പരിപാടിക്ക് ജോയിൻ ചെയ്യാണ്. പരിപാടി ആളുകളൊക്കെ കൂടി കമ്മിറ്റി കൂടി ജഗന്നാഥൻ സാറിനെ ചെയർമാനായിട്ട് തീരുമാനിച്ചു, ചെയർമാനായിട്ട് വെച്ചു. സാറ് പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയം ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി. വലിയ ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് സെൻറ്ററൊക്കെ തുറന്നിട്ടുണ്ട്. സുനി തന്നെയാണ് അവിടുത്തെ അനൗൺസർ. സുനി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അന്ന് വലിയ പരിപാടിയൊക്കെയാണ്. കോമഡിയുടെ മർമ്മം അറിഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡിയുടെ രാജകുമാരൻ, മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കാൻ പഠിപ്പിച്ച രമേഷ് പിഷാരയുടെ മെഗാ ഷോ, റിമി ടോമിയുടെ ഗാനമേള, പ്രാദേശിക കലാകാരന്മാർ അണിനിരക്കുന്ന പ്രാദേശിക പരിപാടി, ഇത് തന്നെ സുനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കലാപരിപാടികളെ തുടർച്ചയായിട്ട് സുനി ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ ജഗന്നാഥൻ സാറ് സുനിക്കരികിലെത്തി. സാറ് പറഞ്ഞു, സുനി, ആധ്യാത്മികമായ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ നാടിനുണ്ടാവാനും ജനങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളിക്കൊടുക്കാനും വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം കലാപരിപാടികൾ വേണ്ടാന്നൊരു അഭിപ്രായമില്ല, അത് പറയണ്ടെന്നും അഭിപ്രായമില്ല. എന്നാലും ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതലായിട്ടൊന്ന് സംസാരിക്കണം. ഇത്രയും പറഞ്ഞ് ജഗന്നാഥൻ സാറ് ക്ഷേത്രത്തിന് മുന്നിലേക്ക് നടന്നു നീങ്ങി. ഉടനെ സുനി മൈക്കെടുത്ത് അനൗൺസ്മെൻറ്റ് തുടങ്ങി. തമ്പുരാൻ, മനുഷ്യൻ മഹാജ്ഞാനത്തിൻ്റെ കൈലാസമേറുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവനോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാണ്? ബുദ്ധനും ശങ്കരനുമെല്ലാം ഇതേ ചോദ്യത്തിന് ഉത്തരം തേടി തമ്പുരാൻ. ഇത്രയും സുനി അനൗൺസ്മെൻറ്റ് ചെയ്തോടുകൂടി ചെമ്മീന് ശേഷം ഉണ്ടായ ഒരു സിനിമ പോലും കാണാത്ത ജഗന്നാഥൻ സാറ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടൊരു വരവ. ഹരിമുരളീരവത്തിൻ്റെ ഹമ്മിങ്ങിൽ മഞ്ജു വാര്യർ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പോലെ കുടുകുടുകുടുകുടുകുടുകുടാന്ന് പറഞ്ഞ് താഴത്തെത്തി സുനീൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. സുനിയോട് ജഗന്നാഥൻ സാറ് പറയാ, അറിഞ്ഞില്ല, നിന്നിൽ ഇത്രയും കൃപയുള്ള കാര്യം അറിഞ്ഞില്ല. ദേവീ കടാക്ഷം വേണ്ടുവോളം ഉണ്ട്, അനുഗ്രഹീതനാണ്. മാപ്പു നൽകൂ മഹാപദേ, മാപ്പു നൽകൂ ഗുണനിധേ. കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീരെടുത്ത് അദ്ദേഹം ഒരു തുള്ളി ഇടത്തോട്ടും ഒരു തുള്ളി വടക്കോട്ടും എടുത്തു വിട്ടു. തിരിച്ചു നടക്കുകയായിരുന്നു മാഷ്. ഇതിനിടയിൽ സുനി രണ്ടാമത്തെ ഡയലോഗും കീച്ചി, ഉത്സവം കൊടിയേറിയിട്ടുണ്ടെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. 3 കതിനപിടിയും. മൊത്തത്തിലുള്ള ബിൽഡപ്പിൽ ശീവേലി കഴിഞ്ഞ് നടന്നു വരികയായിരുന്നു ആനേൻ്റെ ചന്തിക്ക് നസീർ സാർ ശ്രീലേൻ്റെ ചന്തിക്ക് എന്ന പോലെ ജഗന്നാഥൻ സാർ ഒറ്റ അടിയ. പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ബലൂൺ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന തലയും കയ്യും കാലൊക്കെ ഉള്ള ഒരു കുരകനില്ലേ, അതും ഒരു മുണ്ടും കൂടി ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോന്ന. പിന്നെ അടുത്ത ഡയലോഗാ സുനീൻ്റെ. ആകാശത്ത് വർണ്ണ വിസ്മയങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇപ്പോൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മുടെ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ജഗന്നാഥൻ സാർ. സാറിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ആംബുലൻസ് കടന്നു വരാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കണമെന്ന് മുഴുവൻ ഭക്തജനങ്ങളോടും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ആറാട്ട് മഹോത്സവത്തിന് പഴയൊരു ചരിത്രമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്ര. 2 സഹോദരങ്ങളാണ്, കേളപ്പനും ഗോപാലനും. അവർ പരമ്പരാഗതമായിട്ട് ചുടുകാപ്പി വിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചുടുകാപ്പി വിൽപ്പന വർഷങ്ങളായിട്ട് ഉത്സവത്തിന് നടത്തിയൊരു നേർച്ച പോലെ ചെറിയ പൈസയൊക്കെ വാങ്ങിക്കുള്ളൂ. ആൾക്കാർക്കൊക്കെ കാപ്പിയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടുന്ന ഒരു സമ്പ്രദായം. അങ്ങനെ ഒരു ദിവസം ഇവർ തീരുമാനിച്ചു, നമുക്ക് ഉത്സവത്തിന് കച്ചവടം വിപുലപ്പെടുത്തണം. 2 പേരും അവരവരുടെ ഭാര്യമാരെ സമീപിച്ച് ഓരോ സാരി വാങ്ങിച്ചു. സാരി ഈ ആ റോഡിൻ്റെ സൈഡിൽ തറിയൊക്കെ അടിച്ച് കെട്ടി സാരീൻ്റെ അവസാനിക്കുന്ന ഇടത്തിൽ അതിൻ്റെ എൻട്രിയൊക്കെ വെച്ച് കച്ചവടം തുടങ്ങി. പഴം, ബ്രെഡ് പൊരിച്ചത്, മുട്ട പൊരിച്ചത്, ഇതൊക്കെയാണ് ഐറ്റംസ്. ഒക്കെ കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഉത്സവാഘോഷം കൂടാൻ വേണ്ടിയിട്ട് അന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ ഏതോ ഒരു പച്ച പരിഷ്കാരി കുഞ്ഞിക്കണ്ണട്ട കളപ്പട്ട നോക്കിയിട്ട് പറഞ്ഞു, ഒരു ബുൾസേ. ബുൾസേ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേ? ഇവിടെ ഡബിള്. 2 മുട്ട പൊരിച്ചല്ലേ, ഇവിടെ ബ്രെഡ് പൊരിച്ചത്, പഴം.
ചേട്ടാ എൻ്റെ ബുൾസ് ശരിയായി തരാം. ഗോപാല ചെറിയനെന്താ പറയുന്നത്? ബുൾസ് എന്ന് അല്ല, അപ്പം ഓനോട് തന്നെ ചോദിച്ചാലോ? അത് വേണ്ട, മാനം പോവും. നമുക്ക് അവനോട് ചോദിച്ചിട്ട് അങ്ങനെ നമ്മളെ മാനം പോണ്ട പരിപാടിക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. എന്താ ചെയ്യാനൊന്നുമില്ല. ഞാനൊരു ചെറിയ പരിപാടി കാണിക്കാം. അല്ല ചേട്ടാ, എന്താ എൻ്റെ ബുൾസേൻ്റെ ആടെ നിൽക്കട? ഇനി ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുമ്പേ ഓർഡർ കൊടുത്ത ആൾക്കാർക്കല്ലേ, ഓലിക്കൊക്കെ ഇതൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വേഗം കേളപ്പെട്ട ഒരു വലിയ ബക്കറ്റിൽ വെള്ളം എടുക്കാൻ വെച്ചിട്ട് അടുപ്പിലങ്ങ് ഒഴിച്ചേച്ച് സമാറൊന്നിലങ്ങ് ഒഴിച്ചേച്ച് എന്നിട്ട് പറഞ്ഞു, ഇതുവരെ കഴിച്ച ആൾക്കാർ ആരും ഇനി പൈസ തരുകയും വേണ്ട, ഇനി ആരും ഒന്നിനും ഓർഡർ ചെയ്തതിന് നിൽക്കുകയും വേണ്ട, ഞങ്ങളെ കച്ചവടം കൂട്ടി. രണ്ടാളും 2 കെറ്റിൽ ചുടുകാപ്പി എടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. കാപ്പി 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 മറ്റ് പൈസ കൊടുക്കുന്നു, 10 റുപ്യക്ക് കാപ്പി കൊടുക്കുന്നു, കാപ്പി വാങ്ങി കഴിക്കുന്നു. കാപ്പി കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചങ്ങാതി, ഹലോ ചേട്ടാ, ബ്രൂ ഉണ്ടോ? ബ്രൂ നോക്കുമ്പം അവിടെ ബുൾസേക്ക് വന്ന അതേ പച്ചപ്പരിഷ്കാരിയാണ്. തിളപ്പിച്ച് ഒരു രീതിക്ക് ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ. നേരെ ഇവർ രണ്ടും കൂടെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ കെറ്റിലെടുക്കുകയും ചെയ്തിട്ട് തലക്ക് ചുറ്റി 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ദൂരത്തേക്ക് ഒരു ഏറും കൊടുത്ത് മറ്റേ ഗോപാലാട്ടൻ്റെ കെറ്റിലെടുക്കുകയും ചെയ്തിട്ട് കെട്ടി തലക്ക് ചുറ്റി 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ഏറും മൂപ്പറും കൊടുത്ത് എന്നിട്ട് ദേവിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ശപഥം ചെയ്തു, ഇനി ഞങ്ങളോ ഞങ്ങളെ പരമ്പരയോ ഈ ഉത്സവത്തിന് കാപ്പിയോ യാതൊരു തരത്തിലുള്ള ബിസിനസ്സും ഒരു തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളായിട്ട് ഈ മണ്ണിൽ നിൽക്കില്ല. ഇന്നും നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ കാണാം, അവരാദ്യമായിട്ട് ആ കച്ചവടം ചെയ്ത സ്ഥലമില്ലേ, അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന കാർണിവലിൻ്റെ ഒക്കെ ആൾക്കാർ ചുടുകാപ്പിയും അതേപോലെ തന്നെ മുട്ടയൊക്കെ വെച്ച് പൂജിച്ച് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. ഇങ്ങനൊരു ആചാരം അവിടെ നടക്കുന്നുണ്ട്. അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.